മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്ത് എന്നത് ഇബാദത്താണ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുക്കുമുല്ലാഹ്. മാത്രമല്ല അത് സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴിയുമാണ്. മൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അവൻ സ്വർഗത്തിലായിരിക്കുമെന്നല്ല, അവൻ എൻ്റെ കൂടെ സ്വർഗത്തിലായിരിക്കുമെന്നാണ്. സ്വർഗത്തിലാവുക എന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിലാവുക എന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ഭാര്യമാരിൽ ഒരാളുടെ വീട്ടിൽ താമസിക്കുകയാണ്. രാത്രി സമയത്ത് മലമൂത്ര വിസർജനത്തിന് വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ, വുളൂ ചെയ്യാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ ഇരുട്ടിൻ്റെ മറവിൽ ഒരാളെ കണ്ടു. നിഴലിൽ നിലാവെളിച്ചത്തിൽ മറവിൽ ഒരാൾ നിൽക്കുന്നത് കണ്ടു. അതാരാണെന്ന് ചോദിച്ചു. അപ്പോൾ മറവിലുണ്ടായിരുന്ന ആള് പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അന റബീഅ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ ഞാൻ റബീഅയാണ് എന്ന് പറഞ്ഞു. റബീഅത്ത് ഇബ്നു കഅബിൽ അസ്ലമി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പുണ്യനബി ചോദിച്ചു, റബീഅ നീ എന്താണ് ഇവിടെ നിൽക്കുന്നത്? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, പുന്നാര നബിയേ, നിങ്ങൾക്ക് രാത്രിയിൽ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് നിർവഹിച്ചു തരാമെന്ന് കരുതി ഞാൻ നിന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, റബീഅ നീ എന്നും ഇങ്ങനെ ഇവിടെ നിൽക്കാറുണ്ടോ എന്ന് ചോദിച്ചു. ശേഷം ശബ്ദം കുറക്കാന്ന് എൻ്റെ അഭിപ്രായം. മൈക്കുകാരൻ പോയോ? കുഴപ്പമില്ല, വരട്ടെ, വരുമ്പോൾ മതി. അങ്ങോട്ട് ഇരുന്നോളൂ. ചിലപ്പോൾ നിങ്ങൾ പോയി തിരിച്ചിട്ടുള്ളതും കൂടി ഇല്ലാതായാലേ ലേശം ശബ്ദം കുറക്കാന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായിട്ടല്ലേ കാര്യമുള്ളൂ, അല്ലേ കാര്യമില്ലല്ലോ, ഒച്ചണ്ടായതുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഇരുട്ടിന്റെ മറവിൽ അപ്പൊ ശരിയായിട്ടുണ്ട്. റബീഅത്ത് ഇബ്നു കഅബിൽ അസ്ലമി റളിയല്ലാഹു അൻഹു ആണ് ഉണ്ടായിരുന്നത്. മഹാനവറുകൾ രംഗത്തേക്ക് വന്നു. അപ്പോ ഞാൻ റബീഅയാണെന്ന് പറഞ്ഞു. നബി തങ്ങൾ ചോദിച്ചു, ഈ എന്നും പടക്കലുണ്ടോ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, പുന്നാര നബിയെ, ഞാൻ എല്ലാ ദിവസവും ഇവിടെ നിൽക്കാറുണ്ട്. നിങ്ങൾക്ക് രാത്രിയിൽ എന്തെങ്കിലും ഖിദ്മത്ത് വേണമെങ്കിൽ അത് ചെയ്തു തരാമെന്ന് കരുതിയിട്ട് ഇവിടെ നിൽക്കാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മലമൂത്ര വിസർജനം നടത്തി വുളൂ ചെയ്ത് നിസ്കരിക്കാൻ വേണ്ടി അകത്തേക്ക് പോകുമ്പോൾ റബീഅത്ത് ഇബ്നു കഅബിൽ അസ്ലമിയോട് ഒരു ചോദ്യം ചോദിച്ചു. റബീഅ, ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ദുആ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ ആ സ്വഹാബി വര്യൻ പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയെ, സ്വർഗത്തിൽ നിങ്ങളുടെ കൂട്ടുകാരനാകണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് പറഞ്ഞു. സ്വർഗത്തിൽ നിങ്ങളുടെ കൂട്ടുകാരനാകണം. ആ സമയത്ത് നബി തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, റബീഅ നിനക്കൊന്ന് ചുരുക്കി ചോദിച്ചുകൂടെ എന്ന് ചോദിച്ചു. നേരത്തെ സ്വർഗം ചോദിച്ച ആരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചുരുക്കി ചോദിച്ചൂടെ എന്ന് പറഞ്ഞിട്ടില്ല. പല ആളുകളും നബി തങ്ങളോട് സ്വർഗം ചോദിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട ഖത്താദ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് വേണ്ടി പോയി. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? നല്ല കുട്ടികളായിട്ട് സ്റ്റേജിൽ ഒരാടെ ഇരുന്നാൽ മതി. മൈക്കക്കാരനും ഇരുന്നോട്ടെ, ക്യാമറക്കാരനൊക്കെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. ഇനി എന്ത് വേണമെച്ചാൽ നമ്മളൊരു യാനബി ചെല്ലും. അപ്പം ആ യാനബി ചെല്ലുമ്പോൾ പിന്നെ
ആ കുട്ടികളെ ഒരു ഭാഗത്ത് ഒരുമിച്ചുകൂടിയുണ്ടല്ലോ, ഓല എല്ലായിടത്തും കൂടി ആക്കണം. അപ്പം അതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് പോയിട്ട് വലിയ ആൾക്കാരൊന്ന് ഇരുന്ന് അങ്ങനെ ഒന്ന് സെറ്റാക്കിയാൽ ഓല എല്ലാവരും കൂടി ഒരു ഭാഗത്തിരുന്നാൽ അവർക്ക് സംസാരിക്കാൻ തോന്നും. ഓരോരുത്തരും ഓരോ ഭാഗത്താവുമ്പോൾ അത്ര തന്നെ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഓല എല്ലാവരും കൂടി ഒരു ഭാഗത്ത് മാത്രമല്ല, ഞാൻ ഇവിടെ കുട്ടികളും ഇവിടെ മുതിർന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ കുറേ സമയം ഇങ്ങോട്ട് തന്നെ മാത്രം നോക്കിയാൽ ഇപ്പോൾ ഈ ഭാഗം വേദനയോടൊന്ന് കുറച്ച് ചെയ്യുമ്പോൾ, അപ്പോൾ ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കാൻ പറ്റണമെങ്കിൽ കുറച്ച് ആൾക്കാർ ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറി, കുട്ടികൾ കുറച്ച് ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി, അങ്ങനെ ഒരു 2 ജാനബി ചെല്ലുമ്പോഴത്തേനും ഒന്ന് സെറ്റാവണം. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹ് അലൈക്കും. ഈ ലൈനിലുള്ള കസാര ഒരല്പം മുന്നേക്ക്, ആ മൈക്കൻ്റെ വള്ളിയൊന്നും കേടുവരുത്തരുത്, ആ രേശം കൂടി ഇതിൻ്റെ ഒപ്പം അങ്ങനെ ഇട്ടാൽ ഒരുപാട് മതി 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 ഡിസ്റ്റൻസ് കുറെ ദൂരെ ഇരിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റും. എന്തായാലും ഇപ്പോൾ ഇതിനൊക്കെ കൂടിയുള്ള സമയം എത്രയാണെന്ന് നമുക്ക് അറിയാം, 10 മണി വരെയാണ്. അപ്പോൾ വേഗം ഇരുന്നോളി, 10:30 മണി വരെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒന്നുള്ള ആൾക്കാർ മഴ ചെയ്തിട്ടുണ്ടെന്ന് എഴുതിയിട്ട് വന്ന ആൾക്കാർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. വന്ന ആൾക്കാരൊന്ന് ഉഷാറായാൽ എനിക്ക് രേശം കൂടിയും ശബ്ദം കുറക്കാം എന്ന അഭിപ്രായമുണ്ട്. സാധാരണ എല്ലാവരും ശബ്ദം പോലെ കൂട്ടാനുള്ള പറയലേ, ഞാൻ കുറക്കാനേ പറയാം. രേശം കൂടിയും കുറക്കാം, നമുക്കിങ്ങനെ കേട്ടാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഒന്നുകൂടി, യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം സ്വലവാത്തുല്ലാഹ് മതി. അപ്പൊ റബീഅത്ത് ബിനു കഅബുൽ അസ്ലമി റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് സ്വർഗത്തിൽ നിങ്ങളുടെ കൂട്ടുകാരനാകണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, അവലക ഗൈറൻ യാ റബീഅ, നമ്മളെ ഭാഷയിൽ പരിഭാഷപ്പെടുത്തിയാൽ അനക്കൊന്ന് ചുരുക്കി ചോദിച്ചൂടെ റബീഅ എന്ന് പറഞ്ഞു. നേരത്തെ മുസ്തഫായ നബി തങ്ങളോട് സ്വർഗം ആവശ്യപ്പെട്ട ആരോടും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഖത്താദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിന് അമ്പ് കൊണ്ടിട്ട് ആ കണ്ണിങ്ങനെ പറിച്ചെടുത്തു. അമ്പ് പറിച്ചെടുത്തപ്പോൾ അതിൻ്റെ കൂടെ കണ്ണും പോന്നു. ആ കണ്ണ് കയ്യിലെടുത്ത് നബി തങ്ങളുടെ അടുക്കലേക്ക് ഇങ്ങനെ തിരിച്ചുകൊണ്ട്, പുന്നാര നബിയെ, എനിക്കെൻ്റെ കണ്ണ് മടക്കി വേണമെന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ ഖത്താദ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഖത്താദ, നിനക്ക് ഈ ഒരു കണ്ണിന് പകരമായി നാളെ സ്വർഗത്തിലെ 2 കണ്ണ് പോരെയോ ഖത്താദ എന്ന് ചോദിച്ചു. അപ്പൊ ഖത്താദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ഇവിടുന്ന് ഈ കണ്ണും വേണം, സ്വർഗത്തിന്ന് തരാന്ന് നിങ്ങൾ പറഞ്ഞ 2 കണ്ണ് വേറെയും വേണമെന്ന് പറഞ്ഞപ്പോ ഒന്ന് ചിരിച്ചു കൊടുത്തു. എന്താ അതിന്റെ അർത്ഥം? പാസ്സായി. ഇവിടുന്ന് ഈ കണ്ണും പാസ്സായി, സ്വർഗത്തിന്ന് 2 കണ്ണും പാസ്സായി. എന്നിട്ട് ആ കണ്ണെടുത്തിട്ട് ഖത്താദ റളിയല്ലാഹു അൻഹുവിന്റെ ആ സ്ഥലത്ത് തന്നെ നബി തങ്ങൾ വെച്ചു കൊടുത്തിട്ട് ശറഫാക്കപ്പെട്ട ഉമിനീരെടുത്ത് തേച്ചു കൊടുത്തിട്ട് ഖത്താദ റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് ആ കണ്ണിന് പിന്നെ ചെങ്കണ്ണ് പോലും ബാധിച്ചിട്ടില്ല. ഒരിക്കല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തെ പള്ളിയിൽ സ്വർഗത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തിന് 8 വാതിലുകൾ ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായുണ്ടോ ഞാൻ പറയണേ? സ്വർഗത്തിന് 8 വാതിലുകൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു,
അള്ളാഹുവിൻ്റെ റസൂലേ, സ്വർഗത്തിൻ്റെ 8 വാതിലുകളും ആർക്കെങ്കിലും തുറക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ആ നിങ്ങൾക്ക് തുറക്കുമെന്ന് പറഞ്ഞു. ആ ചോദ്യത്തിൻ്റെ അർത്ഥം ആ 8 കൂടിയും കിട്ടുമെന്ന് തന്നെയാണ്. അത് മനസ്സിലാക്കിയ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് 8 കൂടിയും തുറക്കുമെന്ന് പറഞ്ഞു. 70,000 ആളുകൾ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞപ്പോ സദസ്സിൽ നിന്ന് ഉക്കാശ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, ആ 70,000-ൽ ഒന്ന് എന്നെയാക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അൻത മിൻഹും, നിങ്ങൾ ആ 70,000-ൽ ഒരാൾ തന്നെയാണ് എന്ന് പറഞ്ഞു. സ്വർഗം ചോദിച്ച ആരോടും ഇങ്ങനെ പറഞ്ഞില്ല. 8 വാതിലും തുറന്നിട്ടണമെന്ന് പറഞ്ഞ ആരോടും പറഞ്ഞില്ല. ഹിസാബില്ലാതെ സ്വർഗത്ത് പോകണമെന്ന് പറഞ്ഞ ആരോടും പറഞ്ഞില്ല. റബീഅത്ത് ബിൻ കഅബ് അസ്ലമിയോട് മാത്രം ദേശം ചുരുക്കി ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ റബീഅത്ത് ചോദിച്ചത് സ്വർഗമല്ല എന്ന് മനസ്സിലാവും. പിന്നെന്താ? സ്വർഗത്തേക്കാൾ വലുത് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയെ സ്വർഗത്തിൽ നിങ്ങളുടെ കൂട്ടുകാരനാവണം. സ്വർഗല്ല, കൂട്ടുകാരനാവലാണ് ചോദ്യം. സ്വർഗം പ്രശ്നമല്ല, അത് കൊടുക്കും. നബി തങ്ങളുടെ കൂട്ടുകാരനാവണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് റബീഅത്ത് എന്ത് ചെയ്തു വെച്ചാല് എനിക്ക് അതന്നെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെയല്ല, ചില വാശി ചില സമയത്ത് കാര്യത്തിൽപ്പെടും. എനിക്ക് അതന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഫഅഇന്നി ബികസ്റത്തി സുജൂദ്, എന്നാൽ സുജൂദിനെ അധികരിപ്പിച്ചുകൊണ്ട് നീ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു. സുജൂദിനെ അധികരിപ്പിച്ചാൽ കിട്ടുന്നല്ലോ, ഞാനത് വാങ്ങിത്തരാം, നീ എന്നെ ഒന്ന് സഹായിക്കണം സുജൂദ് അധികരിപ്പിച്ച് എന്നാണ്. കുറെ സുജൂദൻ ചെയ്തോള് അപ്പണ് കിട്ടിക്കോളുന്നല്ല, അങ്ങനല്ല. നീ എന്നെ സഹായിക്കുക, ബികസ്റത്തി സുജൂദി, സുജൂദിനെ അധികരിപ്പിച്ചുകൊണ്ട് എന്നാണ്. അപ്പൊ സുജൂദിനെ അധികരിപ്പിച്ചുകൊണ്ട് നീ എന്നെ സഹായിക്കണം, ഞാനത് വാങ്ങിത്തരാം എന്നാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്ന് കാണാം. സ്വർഗത്തേക്കാൾ പ്രധാനപ്പെട്ടതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ആരെങ്കിലും എന്നെ സ്നേഹിച്ചാൽ അവൻ സ്വർഗത്തിലാകുമെന്നല്ല, എൻ്റെ കൂടെ സ്വർഗത്തിലാകുമെന്നാണ്. മൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന, മൻ അഹബ്ബനി, ആരെങ്കിലും എന്നെ സ്നേഹിച്ചാൽ കാന മഈ ഫിൽ ജന്ന, അവൻ എൻ്റെ കൂടെ സ്വർഗത്തിലായിരിക്കും. അവൻ സ്വർഗത്തിലായിരിക്കുമെന്ന് പറയുന്നതും എൻ്റെ കൂടെ സ്വർഗത്തിലായിരിക്കുമെന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോ മഹബ്ബത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത് സ്വർഗം നിർബന്ധമാക്കുന്ന ഇബാദത്താണ്. ബാങ്കിന് ശേഷം നബിതങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ദുആ ഉണ്ട്. അത് ദോരന്നാൽ ശഫാഅത്ത് നിർബന്ധമാകുമെന്നാണ്. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തുൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീലത വൽ ഫളീലത വദ്ദറജതർ റഫിയ വബഅസുഹു മഖാമൻ മഹ്മൂദൻ الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد ആതി മുഹമ്മദനിൽ വസീല. നബി തങ്ങൾക്കുള്ള ദുആണത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ നബി തങ്ങൾക്ക് ദുആ ചെയ്താൽ ശഫാഅത്ത് നിർബന്ധമാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിനെ പടച്ചതായി സീറയിൽ പറയുന്നുണ്ട്. അർശിനെ പടച്ചപ്പോൾ അർശ് 24,000 വർഷം വിറച്ചു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിനെ പടച്ചപ്പോൾ 24,000 കൊല്ലം അർശ് ഇങ്ങനെ വിറച്ചു. അവസാനം അല്ലാഹു അവന്റെ ഖുദ്റത്തിന്റെ തിരുനോട്ടം കൊണ്ട് അർശിൽ 24 അക്ഷരങ്ങളെ വദഅ ചെയ്തു. 24 അക്ഷരങ്ങളെ അർശിൽ നിശ്ചയിച്ചു. അതോടുകൂടെയാണ് അർശ് അടങ്ങിയത്. ഏതാ 24 അക്ഷരങ്ങൾ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് 12 അക്ഷരം, മുഹമ്മദുർ റസൂലുള്ളാഹ് 12 അക്ഷരം. അങ്ങനെയാണ്. ആ 24 അക്ഷരങ്ങൾ അർശിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചപ്പോൾ
അർശിന്റെ ഇളക്കം മാറി എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നതിൽ അള്ളാഹുവിന്റെ പേര് അവസാനവും മുഹമ്മദുർ റസൂലുള്ളാഹി എന്നതിൽ മുത്തുനബിയുടെ പേര് ആദ്യവുമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നുള്ളതിൽ അള്ളാഹുവിന്റെ ഇസ്മ അവസാനത്തിലാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി എന്നതിൽ നബി തങ്ങളുടെ ഇസ്മ ആദ്യത്തിലാണ്. എന്തുകൊണ്ട്? അതിനെ മുഫസ്സിരീങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ ഇസ്മും നബി തങ്ങളുടെ ഇസ്മും തമ്മിൽ അടുപ്പിക്കാനാണ് ഒന്ന് അവസാനത്തേക്കും ഒന്നാദ്യത്തിലേക്കും കൊണ്ടുവന്നത്. അള്ളാഹു ലാ ഇലാഹ എന്നും പറഞ്ഞാൽ അർത്ഥം ശരി തന്നെയാണ്. പിന്നെ എന്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു നിങ്ങളുടെ അവസാനത്തേക്കാക്കി? അള്ളാഹുവിന്റെ ഇസ്മും നബി തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്മും അടുപ്പിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് എന്ന്. റിസാലത്തിനേക്കാളും നുബുവത്തിനേക്കാളും പ്രധാനപ്പെട്ടതാണ് മുഹമ്മദിയത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. റിസാലത്തിൽ വേറെയും ആളുകളുണ്ട്, നുബുവത്തിൽ വേറെയും ആളുകളുണ്ട്, മുഹമ്മദിയത്തിൽ വേറെ ആരുമില്ല, ഒരാൾ മാത്രമേ ഉള്ളൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നുബുവത്തിൽ വേറെ 1,24,000 അമ്പിയാക്കളുണ്ട്, നുബുവത്തിൽ വേറെ ആൾക്കാരുണ്ട്. റിസാലത്തിൽ റസൂലിൽ വേറെ ഉണ്ട്, 313 മുർസലീങ്ങളുണ്ട്. മുഹമ്മദിയത്തിൽ ഒരാൾ മാത്രമേ ഉള്ളൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നതിന്റെ മുമ്പ് അങ്ങനെ ഒരാൾക്കും ഒരു പേരില്ല, മുഹമ്മദ് എന്ന പേരില്ല. അത് അബ്ദുൽ മുത്തലിബിന് അള്ളാഹു ഇൽഹാമായി നൽകിയതായിരുന്നു ആ പേര്. ഇൽഹാം എന്ന് പറഞ്ഞാൽ നുബുവത്തല്ലാതെ അള്ളാഹുവിങ്കൽ നിന്ന് നൽകപ്പെടുന്ന ഉത്ബോധനത്തിനാണ് ഇൽഹാം എന്ന് പറയുന്നത്. നുബുവത്തല്ലാത്ത അമ്പിയാക്കളല്ലാത്തവർക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഉത്ബോധനങ്ങൾ 2 എണ്ണമാണ്. ഒന്ന് ഇൽഹാമ്, രണ്ടാമത്തേത് മുബശ്ശിറാത്ത്. ഇങ്ങനെ 2 എണ്ണമാണ്. മുബശ്ശിറാത്ത് എന്ന് പറഞ്ഞാൽ നല്ല സ്വപ്നങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് ലഭിക്കുന്ന 40 വയസ്സിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്ദേശങ്ങൾ നൽകാറുണ്ടായിരുന്നത് സ്വപ്നത്തിലൂടെയായിരുന്നു. അതിന് മുമ്പ് നബി തങ്ങൾക്ക് വഹി എന്ന് പറയാൻ പറ്റൂല, അതിൻ്റെ താഴെയുള്ള ഉത്ബോധനം ഉണ്ട്, അത് സ്വപ്നം മുഖേനയാണ് നൽകിയിരുന്നത്. അതിനെയാണ് മുബശ്ശിറാത്ത്, നല്ല സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്. ചിലപ്പോൾ നമുക്കൊക്കെ ഉണ്ടാവും, നല്ല നല്ല സ്വപ്നങ്ങളൊക്കെ കാണും, പുരോഗതികൾക്ക് ആവശ്യമുള്ള ഒരുപാട് സ്വപ്നങ്ങളെ കാണും. അതാണ് മുബശ്ശിറാത്ത് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഇൽഹാം. ഇൽഹാം എന്ന് പറഞ്ഞാൽ തോന്നേണ്ടത് തോന്നേണ്ട നേരത്ത് തോന്നുന്നതിനാണ് ഇൽഹാം എന്ന് പറയാം. ചിലപ്പോൾ നമുക്കും ഉണ്ടാവും, ഇപ്പൊ നല്ലത് അതാണ്, ചില കാര്യങ്ങൾ തോന്നും, അങ്ങനെ അതിനാണ് ഇൽഹാം എന്ന് പറയുന്നത്. അങ്ങനെ അബ്ദുൽ മുത്തലിബിന് ഇൽഹാമായി ലഭിച്ചതാണ് ഈ പേര്. മുത്തുനബിയുടെ വാപ്പ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞുകൂടെ, നബി തങ്ങൾ ഗർഭത്തിലിരിക്കുമ്പോൾ വഫാത്തായിട്ടുണ്ട്. മദീനയിൽ വെച്ചാണ് വഫാത്തായത്. മദീനയിലെ മസ്ജിദുൻ നബവിയോട് ചേർന്ന് റൗള ഷരീഫിൽ സലാം പറയാൻ വേണ്ടി നമ്മൾ പ്രവേശിക്കുന്ന ബാബുസലാം എന്ന വാതിലിന്റെ അടുത്തായിരുന്നു എത്രേ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു എന്ന നബി തങ്ങളുടെ വാപ്പാന്റെ ഖബറുണ്ടായിരുന്നത്. അടയാളം ബാക്കിയാക്കിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്, പക്ഷെ കാണലൊന്നുമില്ല. ഉണ്ടായിരിക്കാം, എന്തായാലും കാണലില്ല. ഒരു കാലത്ത് അതിന് മുകളിൽ കുബ്ബയുണ്ടായിരുന്നു എന്നാണ് പൊളിക്കപ്പെട്ടതാണ്. ധാരാളം ഖബറുകളുടെ മുമ്പിലുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ മേലെ കുബ്ബയുണ്ടായിരുന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഖബറിന്റെ മേലെ കുബ്ബയുണ്ടായിരുന്നു. എല്ലാം പൊളിക്കപ്പെട്ട കൂട്ടത്തിൽ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ മേലെയും കുബ്ബയുണ്ടായിരുന്നു, പൊളിക്കപ്പെട്ടു. ബാബുസലാമിന്റെ അടുത്താണ് അതുണ്ടായിരുന്നത് എന്നാണ്. അപ്പോൾ വല്ലിപ്പ അബ്ദുൽ മുത്തലിബാണ് നബി തങ്ങളെ നോക്കിയിരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളെ ഹലീമ ബീവി റളിയല്ലാഹു അൻഹാക്ക്
മുലയൂട്ടാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തതിൻ്റെ പിന്നിൽ ഒരു മുബശ്ശിറാത്തി എന്ന സ്വപ്നാണുള്ളത്. അത് ആമിനാബിയുടെ സ്വപ്നാണ്. ആമിന ബീവി റളിയല്ലാഹു അൻഹാക്ക് സ്വപ്ന ദർശനമുണ്ടായതാണ്. സഅദിയ ഗോത്രക്കാരിൽ നിന്ന് കുട്ടികളെ മുലയൂട്ടാൻ വേണ്ടി കൊണ്ടുപോകാൻ ആളുകൾ വരുന്നതിൻ്റെ കൂട്ടത്തില് ഹലീമ എന്ന പേരായ ഒരു സ്ത്രീ ഉണ്ടാവും. ആ സ്ത്രീക്കാണ് ഈ കുട്ടിയെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്. അതനുസരിച്ച് അബ്ദുൽ മുത്തലിബാകുന്ന വല്ലിപ്പാനോട് ആമിന ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞതാണ്, ഹലീമ എന്ന പേരായ ഒരു പെണ്ണിനാണ് ഈ കുട്ടിനെ കൊടുക്കേണ്ടത്. അന്വേഷിച്ച് നോക്കുമ്പോൾ അതൊരു തള്ളയാണ്. ഏതായാലും ആമിന ബീവി പറഞ്ഞതല്ലേ വെച്ചിട്ട് അബ്ദുൽ മുത്തലിബ് സംസാരിച്ചു. അങ്ങനെ കൂട്ടിക്കൊണ്ടുവന്നു. കുട്ടിനെ കണ്ടു. അപ്പൊ യത്തീം കുട്ടിയാണെന്നൊക്കെ മനസ്സിലാക്കിയപ്പോൾ പൈസ കിട്ടൽ കുറവാകുന്നുള്ളതിൽ ചെറിയൊരു പ്രയാസം ഉണ്ടായി. ഹലീമ ബീവിന്റെ കൂടെ ഹലീമ ബീവിന്റെ ഭർത്താവ് ഉണ്ടായിരുന്നു. ഭർത്താവ് പറഞ്ഞു, ഞാനൊന്ന് കാണട്ടായിരുന്നു. അങ്ങനെ ഭർത്താവ് വന്ന് കണ്ട് നബി തങ്ങളെ നോക്കിയപ്പോ മോത്ത് നോക്കിയിട്ടൊന്ന് ഇങ്ങനെ ചിരിച്ചു. അപ്പൊ മൂപ്പര് പറഞ്ഞു, തന്നെ മതിയായിരുന്നു. അങ്ങനെ ഉണ്ടായതാണ്. കൊണ്ടതിന്റെ ശേഷം പിന്നെ വലിയ നിയമത്തായിട്ടോ. സാധാരണഗതിയിൽ 2 വർഷം കഴിഞ്ഞാൽ തിരിച്ചേൽപ്പിക്കണമെന്നാണ് നിയമം. 1 കൊല്ലം കഴിഞ്ഞാൽ ഒന്ന് കൊടുന്ന് കാണിച്ചു കൊടുത്തിട്ട് പിന്നെയും കൊണ്ടുപോകണം. പിന്നെ 1 കൊല്ലം കൂടിയും കഴിഞ്ഞാൽ, അന്നത്തെ നിയമം അങ്ങനെയാണ്, 2 കൊല്ലം കഴിഞ്ഞാൽ പൂർത്തിയായാൽ തിരിച്ചേൽപ്പിക്കണം, പിന്നെ കൊണ്ടുപോകാൻ പാടില്ല. പക്ഷെ നബി തങ്ങളെ 3-ാമത്തെ കൊല്ലം കൊണ്ടുപോയി. 2 കൊല്ലം ശമ്പളമുണ്ട്, 3-ാമത്തെ കൊല്ലം ശമ്പളമില്ല. ഇനിയും ബൂതിയുണ്ട് 4-ാമത്തെ കൊല്ലം. പക്ഷെ അപ്പോൾ ഒരു സംഭവം ഉണ്ടായി, നെഞ്ചു കീറിയ അത്ഭുത സംഭവം 3-ാമത്തെ കൊല്ലം കൊണ്ടുപോയപ്പോഴാണ് ഉണ്ടായത്. അപ്പൊ പേടിയായി. അതുകൊണ്ടാണ് പിന്നീട് തിരിച്ചേൽപ്പിച്ചത്. ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണും, അന്ന് നബി തങ്ങളെ മലക്കുകൾ വന്ന് നെഞ്ചു കീറി അതിൽ നിന്ന് ഹൃദയം പുറത്തെടുത്ത് കഴുകി വൃത്തിയാക്കി യഥാസ്ഥാനത്ത് വെച്ച് മുറിവ് കൂട്ടി മടങ്ങിപ്പോയ ആ സ്ഥലം, സർജറി നടന്ന സ്ഥലം എനിക്ക് നബി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു എന്ന്. സങ്കല്പമല്ല, ഒറിജിനലാണ്, നടന്നത് തന്നെയാണ് അർത്ഥം. ആ സ്ഥലം, സർജറി നടന്ന ആ സ്ഥലം, മുറികൾ തുന്നിയ ആ സ്ഥലം എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നുവെന്ന് സയ്യിദുനാ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. അപ്പോ അബ്ദുൽ മുത്തലിബിന് സ്വപ്ന ദർശനമുണ്ടായി, കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേരിടണമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പേരിട്ടേക്കിന് ആൾക്കാർ ചോദിച്ചു, എന്താ അത് ഇങ്ങനെ ഒരു പേര്? മുൻഗാമികളിൽ ആരും ഇങ്ങനെ ഒരു പേരിട്ടിട്ടില്ലല്ലോ, മുൻഗാമികളിൽ ആരും ഇങ്ങനെ ഒരു പേരിട്ടിട്ടില്ലല്ലോ. അപ്പൊ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, അറത്തു അൻ യഹ്മിദഹു മൻ അലൽ ഖബ്റാ മുഹമ്മദൻ സമ്മൗ നബിയൽ ഹുദാ വഹുവ അഹഖുൻ നാസി ബിൽ ഹംദി صلى عليه الله ما أشركت. മങ്കൂസ് മൗലൂദ് ഓതലുണ്ടോ ഇല്ലയോ നോക്കിയതാണ് ഞാനായിട്ട്. എന്ത് ഓതിയില്ലെങ്കിലും മങ്കൂസ് മൗലൂദ് ഓതണം, അങ്ങനെയാണ്. അത് നമ്മളെ മലബാറുകാർക്ക് വേണ്ടി മഖ്ദൂം തങ്ങൾ ഉണ്ടാക്കിയതാണ്. പിന്നെ നമ്മൾ ഓതിയില്ലെങ്കിൽ ആരാ ഓതുക? അതുകൊണ്ട് മുഹമ്മദൻ സമ്മൗ നബിയൽ ഹുദാ വഹുവ അഹഖുൻ നാസി ബിൽ ഹംദി صلى عليه الله ما أشرقت شمس الضحى في ذلك السهد أردت أن يحمده من على الغبراء. പ്രപഞ്ചത്തിൽ ഉള്ള എല്ലാവരും ഈ പേര് കാരണം ഈ കുട്ടിയെ വാഴ്ത്തി പറയണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് അബ്ദുൽ മുത്തലിബ് പറഞ്ഞതായിട്ട് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഹമ്മദ് എന്ന് പേരിട്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനു മുമ്പ് ആർക്കുമില്ല. അതിന് ശേഷം പലർക്കും പേരിട്ട്. എന്നാൽ ശേഷമിട്ട പേര് മഹബ്ബത്തൻ ലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബിയോടുള്ള മഹബത്തോണ്ട് ഇട്ടതാണ്. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയം. അപ്പൊ ഈ പേരാര് തന്നെയാണ്? പേര് മുഹമ്മദ് നബിയുടെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ കുട്ടിക്ക് മുഹമ്മദ് എന്ന് ഇട്ടതോ അത് മുഹമ്മദ് നബിയോടുള്ള മഹബത്തോണ്ട് ഇട്ടത്. അപ്പോഴും പേരാര് തന്നെയാണ്?
മുഹമ്മദ് നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു തളികക്ക് ചുറ്റും 5 or 6 ആളുകൾ ഇരിക്കുന്നു എന്ന് വിചാരിക്കുക. അതിൽ ഒരാൾക്ക് മുഹമ്മദ് എന്ന് പേരുണ്ടെങ്കിൽ പോലും ആ തളികയിൽ ഇരിക്കുന്ന എല്ലാവർക്കും ബറക്കത്തുണ്ടാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയോടുള്ള മഹബത്ത് ഈമാനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവിടെ തന്നെ വിഷയം തുടങ്ങാന്ന് വിചാരിച്ചു. നമ്മളെ ജീവിതമൊക്കെ നേരാവും ഒറ്റ കാര്യം ശരിയായാൽ. ബാക്കിയൊന്നും നിത്യജീവിതത്തിലെ ഇസ്ലാമിക ജീവിതമാണ് പറയാൻ വേണ്ടി പറഞ്ഞത്. ഒറ്റ കാര്യം ശരിയായാൽ ജീവിതം മൊത്തം ക്ലിയർ ആവും. മുത്തുനബിയോടുള്ള മഹബത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം വീട്ടിൽ 3 ആൾക്കാർ വന്നു. പള്ളിക്കുന്ന നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നല്ല തുണികുപ്പായൊക്കെ എടുത്തിട്ട് തൊപ്പിയൊക്കെ ഇട്ടിട്ട് 3 ആൾക്കാർ വന്നിട്ട് പോലെ പറഞ്ഞു, ഞങ്ങളൊരു നസീഹത്തിന് വന്നതാണ്, ഒരു ഉപദേശത്തിന് വന്നതാണ് പറഞ്ഞു. ആയിക്കോട്ടെ പറഞ്ഞു, ഉപദേശമല്ലേ. അപ്പം ഞാൻ കസാലയിൽ ഇങ്ങനെ ഇരുന്നു. ഞാനിപ്പോൾ ഉപദേശം കേൾക്കുക, അവരോട് സോഫയിൽ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു 3 ആൾക്കാർ ഇങ്ങനെ സോഫയിൽ ഇരുന്നു. ഞാൻ കസാലയിൽ ഇരുന്നപ്പോൾ പോലും പറഞ്ഞു, ഞങ്ങളിപ്പോൾ നിങ്ങൾക്ക് നസീഹത്ത് ചെയ്യണത് ശരിയല്ലല്ലോ, നിങ്ങൾ ഞങ്ങൾക്ക് നസീഹത്ത് ചെയ്താൽ മതിയാറ്. അപ്പം ഇതിന് കിട്ടിയ ചാൻസ് അല്ലേ എന്നുള്ള നിലയിൽ നമ്മൾ പിന്നെ ഇനി പോൽക്ക് അവസരം കൊടുക്കണ്ടല്ലോ. ഞാൻ പറഞ്ഞു, മുത്തുനബിനെ നല്ലോണം സ്നേഹിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പറഞ്ഞു, ശരി തന്നെയാണ്, അത് വേണ്ട തന്നെയാണ്, നല്ല നസീഹത്തായി, എന്നാൽ നമ്മൾ പോവുക എന്ന് പറഞ്ഞാണ്ട് പോകാൻ വേണ്ടി നീച്ചപ്പോൾ എനിക്ക് ഇങ്ങോട്ടൊരു ചോദ്യം ചോദിക്കാണ്ടായിരുന്നു പറഞ്ഞു. എന്തേ ചോദിച്ചു? അമ്പിയാക്കൾ തെറ്റ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ ചോദിച്ചു. അതുണ്ടോ, ഒരു മനുഷ്യന്മാരനല്ലേ പറഞ്ഞു. ഞമ്മളെ നബിയോ എന്ന് ചോദിച്ചു. ഞമ്മളെ നബിയും ചെയ്യുമെന്ന് പറഞ്ഞു. ഞങ്ങളൊന്ന് പറഞ്ഞാണ് പറഞ്ഞു. അപ്പം അതിലൊരാൾ 1 എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാ നിൽക്കട്ടെ പറഞ്ഞു. നിങ്ങൾക്ക് 1 എന്ന് എണ്ണാൻ കിട്ടിയില്ലേ, എനിക്കതും കിട്ടൂല. പറയല് പിന്നല്ലേ, പറയാൻ വേണ്ടി 1 എന്ന് എണ്ണാൻ കിട്ടിയില്ലേ, എനിക്കതും കിട്ടിയില്ല. അതാണ് ഞാനും നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. മുത്തുനബിനെ നല്ലോണം സ്നേഹിക്കണം ട്ടോ എന്ന് പറഞ്ഞു. അതാണല്ലോ പറയാനുള്ള കാര്യം. നമ്മളെല്ലാ ഇബാദത്തും അള്ളാഹു ഞമ്മക്ക് ഖുർആൻ തന്നിട്ടില്ലല്ലോ. അള്ളാഹു നമുക്ക് ഖുർആൻ തന്നിട്ടില്ല. ഖുർആൻ മുഹമ്മദ് നബിക്ക് കൊടുത്തിട്ട് മുഹമ്മദ് നബി അമ്മക്ക് തന്നതാണ്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ. ഒരടിമക്കാണ് കൊടുത്തത്. അബ്ദ് ഒരാളാണ്, തോനാളാണെങ്കിൽ അലാ ഇബാദിഹിൽ കിതാബ എന്നാണ് പറയേണ്ടത്. ഖുർആൻ ഒരാൾക്കാ കൊടുത്തിട്ടുള്ളത്, മുഹമ്മദ് നബി. ഞമ്മക്ക് മുഹമ്മദ് നബി തന്നു. അള്ളാഹു ഞമ്മക്ക് നിസ്കാരം തന്നിട്ടില്ലല്ലോ. നിസ്കാരം മുഹമ്മദ് നബിക്ക് കൊടുത്തു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് തന്നു. ഞമ്മക്ക് അള്ളാഹു എന്താ തന്നത്? മുഹമ്മദ് നബിനെ തന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് കയറിയാല് ജീവിതം ശരിയാവും. ഇത് കൽബിക്കണ്ട് കയറിയാൽ ജീവിതം ശരിയാവും. അതന്നെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്ത് വർദ്ധിക്കണമെന്ന് നിയ്യത്ത് ചെയ്യാതെ എൻ്റെ ഭാര്യയോട് ഇണ ചേർന്നിട്ടില്ല. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകന്റെ പേരാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ മുത്തബിഉസ് സുന്ന എന്ന പേരിൽ അറിയപ്പെട്ടു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ വിടാതെ പിന്തുടരുന്ന ആൾ എന്ന പേരിൽ അറിയപ്പെട്ട ആളാണ് സയ്യിദുനാ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു. ഒരു ദിവസം ഒരു ഉച്ച സമയത്ത് നബി തങ്ങൾ ഉമർ റളിയല്ലാഹുവിനെ കാണാൻ വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വന്നു. ഉമർ റളിയല്ലാഹുവിന്റെ വീട്ടിൽ വന്നു. അപ്പോൾ മുൻഭാഗത്തെ വാതിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു. നല്ല വെയിലുണ്ട്. വെയിലിൽ നിന്ന് അല്പം നിഴല് തണല് കിട്ടാൻ വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുറ്റത്തുണ്ടായിരുന്ന ഒരു മരച്ചുവട്ടിലേക്ക് മാറി നിന്നു. ഉമർ റളിയല്ലാഹു അൻഹു വന്ന് മുമ്പാരത്തെ വാതിൽ തുറന്നപ്പോൾ കൂടെ അബ്ദുല്ലാഹ് ഇബ്നു ഉമറുണ്ട്, മകനുണ്ട്. നബി തങ്ങൾ മരത്തിന്റെ ചോട്ടിൽ ഇരിക്കുന്നത് കണ്ടു. മുസ്തഫായ നബി തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് സംഭാഷണം നടത്തി മടങ്ങിപ്പോയപ്പോ വേഗത്തിൽ ഒരു പാത്രത്തിൽ വെള്ളമെടുത്തുകൊണ്ട് ആ മരത്തിന്റെ താഴെ ഒഴിച്ചു കൊടുത്തു. പിന്നെ എന്നും രാവിലെയും വൈകുന്നേരവും ആ മരം നനക്കും.
ഒരിക്കൽ സഹാബത്ത് ചോദിച്ചു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ, ഈ മുറ്റത്ത് വേറെയും കുറെ മരങ്ങളില്ലേ, എന്താ ഒന്ന് മാത്രം നനക്കണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതിൻ്റെ ചുവട്ടിലൊരിക്കൽ മുഹമ്മദ് നബി ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഇനി എൻ്റെ ജീവിതകാലത്ത് അത് ഉണങ്ങാൻ ഞാൻ സമ്മതിക്കൂല. അതാണ് മുത്തബിഉസ്സുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ. ഇത് ഉമർ റളിയല്ലാഹുവിന്റെ മകനാണ്. ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് വർദ്ധിക്കണമെന്ന് ഖൽബിൽ നിയത്ത് ചെയ്യാതെ എൻ്റെ ഭാര്യയോട് ഇണ ചേർന്നിട്ടില്ല. രാവിലെ എഴുന്നേൽക്കണ തന്നെ മുഹമ്മദ് നബിക്ക് വേണ്ടിയായിരിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രി കിടന്നുറങ്ങുന്നതും അഷ്റഫുൽ ഖൽഖായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയാവണം. അങ്ങനെ നമ്മുടെ ജീവിതം മുഴുവനായിട്ടും നമ്മുടെ മരണമൊക്കെ മുസ്തഫ നബി തങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിയോ? ജയിച്ചു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ നബി തങ്ങൾ ചോദിച്ചു, സിദ്ദീഖേ, നിങ്ങൾക്ക് ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്ത് എന്താ ചോദിച്ചു. പല ഇബാദത്തുകളുണ്ടല്ലോ, ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്ത് എന്താണെന്ന് ചോദിച്ചു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്നദറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ്. പുന്നാര നബിയേ, ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്ത് നിങ്ങളുടെ മുഖത്തേക്ക് നോക്കലാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം ഉള്ളൂ. അന്നദറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്ത് നിങ്ങളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കലാണ്. പിന്നെന്താന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ജംഉൽ മാലി ലിൽ ഇൻഫാഖി അലൈക യാ റസൂലല്ലാഹ്. രണ്ടാമത്തേത് നിങ്ങൾക്ക് ചെലവാക്കാൻ വേണ്ടി പൈസ ഉണ്ടാക്കലാണ് പറഞ്ഞു. പിന്നെന്താന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അത്തവസ്സലു ബിൽ ഖറാബതി ഇലൈക യാ റസൂലല്ലാഹ്. നിങ്ങളുടെ കുടുംബം, ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഫാത്തിമ ബീവി, അലി റളിയല്ലാഹു അൻഹു, അങ്ങനെയുള്ള നിങ്ങളുടെ കുടുംബത്തെ ഉപയോഗപ്പെടുത്തി നിങ്ങളിലേക്ക് അടുക്കാൻ ശ്രമിക്കലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇബാദത്ത്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ ആള് ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യനാണ്. അത് എല്ലാ വ്യാഴാഴ്ചയും ഉംറക്ക് പോയതുകൊണ്ട് കിട്ടിയതല്ല, മുത്തുനബി ഖൽബ് കയറിയതുകൊണ്ട് കിട്ടിയതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് സംഗതി. അതുകൊണ്ട് നമ്മുടെ ജീവിതവും നമ്മുടെ മരണവും നമ്മുടെ ഓരോ ദിവസങ്ങളും പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കായിരിക്കണം. അതാണ് പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനം, അതാണ് ഈമാന്റെ അടിസ്ഥാനം എന്ന് മനസ്സിലാക്കണം. അതിൽ നിന്ന് വരുന്നതാണ് ഇത്തിബാ. മഹബത്തിൽ നിന്നാണ് ഇത്തിബാ വരിക. അതായത് ഇത്തിബാവ് കൊണ്ട് മഹബത്തുണ്ടായിക്കൊള്ളണമെന്നില്ല. അതേ സമയത്ത് മഹബത്ത് കൊണ്ട് ഇത്തിബാവ് ഉണ്ടാവും. ഒരാൾ ഇത്തിബാ ചെയ്തു, നല്ല വെള്ളത്തുണിയും വെള്ളക്കുപ്പായൊക്കെ ഇട്ടു, നബി തങ്ങളോടുള്ള ഇത്തിബാ, നല്ല തലയെക്കെട്ടോ കെട്ടി വാലുള്ള ഇഷ്കുണ്ടായിക്കോണമെന്നൊന്നുമില്ല. അതേ സമയത്ത് ഇഷ്കുണ്ടെങ്കിൽ ഇത്തിബാ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇത്തിബാ ഉണ്ടായിട്ട് ഇഷ്കുണ്ടാവലല്ല, ഇഷ്കുണ്ടായിട്ട് മഹബ്ബത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിട്ട് ഇത്തിബാ ഉണ്ടാവലാണ് ഉണ്ടാവുക. അതുകൊണ്ട് നമുക്ക് ആദ്യം എന്ത് വേണമെച്ചാൽ പുണ്യനബി ഖൽബിക്കാണ് കയറണം സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് മാത്രമല്ല, നമ്മളെ മക്കൾക്കും കയറണം, കുട്ടികൾക്കും കയറണം, സംഘാടകർക്കും കയറണം, ഭാര്യമാർക്കും കയറണം, ഉമ്മാർക്കും കയറണം, വാപ്പാർക്കും കയറണം, നാട്ടുകാർക്കും കയറണം, എല്ലാവർക്കും കയറണം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ പഴമക്കാരായ ആൾക്കാർ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കിയിരുന്നത് റബീഉൽ അവ്വൽ 12 നബിദിനാഘോഷത്തിനാണ്. ബദരീങ്ങളാണ്ടിനേക്കാൾ, മുയ്യദ്ദീൻ ഷേഖിൻ്റെ ആണ്ടിനേക്കാൾ, മദ്രസന്റെ വാർഷികത്തേക്കാൾ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുക ഏതില്ലാത്തവൻ്റെ പേരൻ്റെ മുമ്പിലും കാണാൻ ഒരു പാക്കറ്റ് മുട്ടായി ഏറ്റ് ഇങ്ങനെ വെക്കണം, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ചെറുനാരങ്ങ പിങ്ങിയിട്ട് പഞ്ചസാര കലക്കിയിട്ടെങ്കിലും കാത്തുക്കും. ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കല് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ റബീഉൽ അവ്വൽ 12 നബിദിനാഘോഷത്തിനാണ്. അപ്പോ അവർക്ക് ഈമാൻ ഉണ്ടായിരുന്നത് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള
അടങ്ങാത്ത താല്പര്യം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാം. അപ്പം നമുക്ക് ആദ്യം വേണ്ടത്, എന്നിട്ട് അതിൽ നിന്ന് വരുന്ന ഇത്തിബാ, അത് നമ്മുടെ ജീവിതമായിട്ട് മാറണം. ഞാനൊരു 3 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ കാര്യം നിയ്യത്ത് കൊണ്ട് ആബിദീങ്ങളാവണം. അതാണ് ഒരു കാര്യം. ഞാൻ വിശദീകരിച്ച് പറയട്ടോ. നിയ്യത്ത് കൊണ്ട് ആബിദീങ്ങളാവണം. രണ്ടാമത്തെ കാര്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്ത് കൊണ്ട് ഈമാനുള്ളവരായി തീരണം. ഒക്കെ വിശദീകരിച്ച് പറയാം. മൂന്നാമത്തെ കാര്യം, ശരീഅത്തിന്റെ ആനുകൂല്യങ്ങളെ ഉപയോഗപ്പെടുത്തി ഇബാദത്ത് ചെയ്യണം. 3 കാര്യങ്ങളാണ്, വിശദമായി പറയാം. 1, നിയ്യത്ത് കൊണ്ട് ആബിദീങ്ങളാവണം. അതാണ് ആദ്യം പറഞ്ഞ ആശയം. നിയ്യത്ത് കൊണ്ട് ആബിദീങ്ങളാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിന്റെ നിയ്യത്ത് ക്ലിയർ ആക്കിയാൽ ഇബാദത്താവും. ക്യാമറക്കാരൻ ക്യാമറ വെച്ചിങ്ങനെ ഇരിക്കണതിന്റെ നിയ്യത്ത് നേരാക്കിയാൽ ഇബാദത്താവും. മൈക്കക്കാരൻ മൈക്കൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കണതിന്റെ നിയ്യത്ത് നേരാക്കിയാൽ ഇബാദത്താവും. വയല് പറഞ്ഞ ആള് വയല് പറഞ്ഞതിന്റെ നിയ്യത്ത് നേരാക്കിയാൽ ഇബാദത്താവും. കേട്ടുകൊണ്ടിരിക്കുന്നവർ കേൾക്കുന്നതിന്റെ നിയ്യത്ത് ശരിയാക്കിയാൽ ഇബാദത്താവും. ഫറദിലേക്കുള്ള വഴി ഫറലും സുന്നത്തിലേക്കുള്ള വഴി സുന്നത്തുമായിരിക്കും. നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ, നല്ലോണം ശ്രദ്ധിക്കണേ. ഒരാൾ രാത്രി കിടന്നുറങ്ങാണ്. ഉറങ്ങുമ്പോൾ അങ്ങനെ വിചാരിച്ചു, നാളെ ഇപ്പോൾ ഒരു കല്യാണത്തിന് പോകാണ്ട്, അപ്പോൾ നേരത്തെ നീക്കാൻ വേണ്ടി വേഗം കിടക്കട്ടെ എന്ന് തീരുമാനിച്ചു. കല്യാണത്തിന് പോകൽ സുന്നത്താണല്ലോ, അതുകൊണ്ട് ഉറങ്ങൽ എന്തായി? സുന്നത്തായി. അതിന് പകരം ഓൻ വിചാരിച്ചു, പടച്ചോനെ എൻ്റെ കുട്ടികൾക്ക് അരി അതിൻ്റെ മേൽ നിർബന്ധമായ ഒരു കാര്യമാണല്ലോ, നാളെ ജോലിക്ക് പോകാൻ പറ്റണമെങ്കിൽ ഇന്ന് രാത്രി ഉറങ്ങിയാലല്ലേ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാൻ ഉറങ്ങട്ടെ. നാളെ കുട്ടിയേക്ക് അരി വാങ്ങാൻ ജോലിക്ക് പോകൽ ഫറലാണ്, അപ്പോൾ ഉറങ്ങൽ എന്തായി? ഫറലായി. നിങ്ങൾക്ക് മനസ്സിലായുണ്ടോ എന്നറിയില്ല. ഫറലിലേക്കുള്ള വഴി ഫറലാണ്, സുന്നത്തിലേക്കുള്ള വഴി സുന്നത്താണ്. അതുകൊണ്ട് ചെറിയ മാറ്റം വരുത്തിയാൽ വലിയ കൂലി വാങ്ങാൻ പറ്റും. നിയ്യത്തിലെ അതാണ് നിയ്യത്ത് കൊണ്ട് ആബിദീങ്ങളാവുക എന്ന് പറഞ്ഞത്. നിയ്യത്ത് കൊണ്ട് ആബിദാവാം. ഒരു ഉദാഹരണം പറയാം. ഇപ്പോ ഹജ്ജിന് പോണ ആൾക്കാരൊക്കെ ഇങ്ങനെ ഏകദേശം പോകാൻ ഒരുങ്ങുന്നുണ്ട്. പ്രൈവറ്റ് ഗ്രൂപ്പുകാർ പോകൂല എന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോഴുള്ള നിലവിലെ സാഹചര്യം. അപ്പൊ നമ്മക്ക് പല ആൾക്കാർക്കും ഹജ്ജിന് പോകാൻ ഒരു പൂതി ഉണ്ടാവും. പൈസ ഇല്ല, അപേക്ഷ കൊടുത്തിട്ടില്ല, കൊടുത്തിക്കണേ തന്നെ കിട്ടിയിട്ടില്ല. ഒറ്റ പൈസന്റെയും ചെലവില്ലാതെ ഈ ഇരിക്കണ എല്ലാവർക്കും ഒരു ഹജ്ജ് ചെയ്തതിന്റെ കൂലി ഇപ്പൊ ഇവിടെ ഇരുന്ന് വാങ്ങിത്തരാം. ഒറ്റ പൈസയും ചെലവില്ല. ഇൻഷാ അള്ളാഹു അനുഗ്രഹിക്കുകയാണെങ്കിൽ അടുത്ത കൊല്ലം ഹജ്ജിന് പോകണമെന്ന് വെറുതെ അങ്ങോട്ട് വിചാരിച്ചാൽ മതി. പൈസ തരാണെങ്കിൽ ഇപ്പൊ എന്താ പോണേന് കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ വിചാരിച്ചാൽ, നന്മ ഒരാൾ വിചാരിച്ചാൽ ആ നന്മയുടെ കൂലി അപ്പ തന്നെ ഏടിലെഴുതും. പോയിട്ടില്ലെങ്കിൽ വെട്ടൂല. അതാണ് അതിന്റെ പ്രത്യേകത. നന്മ വിചാരിച്ചാൽ അതിന്റെ പ്രതിഫലം അപ്പ തന്നെ എഴുതും. ചെയ്തിട്ടില്ലെങ്കിൽ വെട്ടൂല. തിന്മ വിചാരിച്ചാൽ ശിക്ഷ എഴുതൂല, ചെയ്താൽ മാത്രമേ എഴുതൂ. കള്ളുടിക്കണമെന്ന് വിചാരിച്ചാൽ ശിക്ഷ എഴുതൂല, കുടിച്ചാലേ എഴുതുള്ളൂ. നന്മ വിചാരിച്ചാൽ തന്നെ എഴുതും, ചെയ്താൽ 10 കൂലി വേറെയും എഴുതും. അപ്പൊ 11ആയി. അങ്ങനെയാണ്. അതുകൊണ്ട് ഇൻഷാ അള്ളാഹു അനുഗ്രഹിക്കുകയാണെങ്കിൽ അടുത്ത വർഷം ഹജ്ജിന് പോണം. തീരുമാനിച്ചില്ലേ? ആര് തീരുമാനിക്കുന്നു? ഞാൻ വെറുതെ വച്ചിടാന്നല്ലാതെ. തീരുമാനിച്ചോ? ഇൻഷാ അള്ളാഹു കൊണ്ടുപോവാണെങ്കിൽ ഇപ്പൊ എന്താ, പൈസ ഒക്കെ തന്നുകാണ്ട് കൊണ്ടുപോവാണെങ്കിൽ എന്താ, അതിന് മുന്നാലും പോകൂലേ? വെറുതെ തീരുമാനിച്ചാൽ മതി. തീരുമാനിച്ച അപ്പൊ തന്നെ കൂലി. ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം കൂലി എഴുതൂല, നിങ്ങൾ തീരുമാനിച്ച അപ്പ എഴുതും. 7 അപ്പ എഴുതും കൂലി. നന്മ അൽ ഹസനത്തു ബി അശ്രി അംസാലിഹ, ചെയ്താൽ 10 കൂലി വേറെയും എഴുതും. ഇനി വേറൊരു സംഭവം ഉണ്ട്. തിന്മ വിചാരിച്ചാൽ ശിക്ഷ എഴുതൂല. ഒരാൾ കള്ളുടിക്കണമെന്ന് വിചാരിച്ചു, ശിക്ഷ എഴുതൂല. കള്ളു കുടിക്കണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ
അല്ലെങ്കിൽ വേണ്ടാന്ന് തീരുമാനിച്ച കൂലി എഴുതും. തിന്മ വിചാരിച്ചിട്ട് ക്യാൻസൽ ചെയ്ത നന്മയായി, അതപ്പ തന്നെ എഴുതും. തിന്മ അപ്പ തന്നെ എഴുതൂല. എന്താ അറിയാത്ത മാതിരി ഇരിക്കുന്നത്? മലയാളത്തിൽ തന്നെ അല്ലേ ഞാൻ പറയണേ? ആണ്. മലയാളം തിരിയുണ്ടല്ലോ. കൊടുങ്ങല്ലൂർ ഭാഷയല്ല, പിന്നെ മലപ്പുറം ഭാഷയാണെന്നുള്ളൂ. അത് നിങ്ങൾക്ക് മനസ്സിലാവും. മനസ്സിലാകാത്തൊരു ഭാഷ ഒന്നല്ല അത്. മലപ്പുറത്ത് മനസ്സിലാകാത്ത ഭാഷയും ഉണ്ട് കേട്ടോ, പക്ഷെ അത് ഞാൻ അങ്ങനെ ഉപയോഗിക്കലില്ല. മനസ്സിലാകുന്ന ഭാഷയാണ് ഉപയോഗിക്കണേ. നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഷയുണ്ട് അവിടെ. ചില ആൾക്കാർ പറയലുണ്ട്, മൂപ്പര മലപ്പുറം ഭാഷയാണെങ്കിലും സംഗതി മനസ്സിലാവുമെന്ന്. മലപ്പുറത്ത് മനസ്സിലാകുന്ന ഭാഷയും മനസ്സിലാകാത്ത ഭാഷയുണ്ട്. മനസ്സിലാകണതാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് മനസ്സിലാകുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ്, അപ്പൊ അങ്ങനെ നന്മ വിചാരിച്ചാൽ അതാണ് ഈ നിയ്യത്ത് കൊണ്ട് ആബിദാവുക. അപ്പൊ രാവിലെ ഒരാൾ എഴുന്നേൽക്കുകയാണ്. എഴുന്നേൽക്കുമ്പോൾ എന്ത് ചെയ്യണം? ഫറദിനെ നിയ്യത്ത് ചെയ്യണം. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? നമ്മൾ രാവിലെ കുട്ടികളെ വിളിക്കുകയാണ്, മോനെ അംജദേ മദ്രസ പോകാൻ എഴുന്നേൽക്ക്, മോനെ അംജദേ സുബഹി നിസ്കരിക്കാൻ എഴുന്നേൽക്ക്. വ്യത്യാസം മനസ്സിലായോ നിങ്ങൾക്ക്? വ്യത്യാസം മനസ്സിലായ തലെങ്കിലൊന്നും ഇളകൂല. ഏറ്റവും ചുരുങ്ങിയത് വിളിക്കുമ്പോ കുട്ടീനെ വിളിക്കുകയാണ് രാവിലെ. എപ്പോഴും എന്ത് ചെയ്യണം? ഫറള് പറഞ്ഞുകൊണ്ട്. മാത്രമല്ല അതിൽ വേറെ വ്യത്യാസം ഉണ്ട്. മോനെ ആദിലെ മദ്രസേ പോകാൻ എഴുന്നേൽക്ക് എന്ന് പറഞ്ഞാല് പരമാവധി 12ാം ക്ലാസ്സിലെത്തോളം, 12ഉം 5ഉം 17 വയസ്സ് വരെ ആ വിളി നിൽക്കുള്ളൂ. നേരെ മറിച്ച് ഉമ്മയോ വാപ്പയോ മോനെ ആദിലെ സുബഹി നിസ്കരിക്കാൻ എഴുന്നേൽക്ക് എന്ന് പറഞ്ഞാൽ മരണം വരെയാണ് ആ വിളിയുള്ളത്. കാരണം സുബഹി നിസ്കാരം മരണം വരേക്കുമാണുള്ളത്. അപ്പൊ ഷോർട്ടായിട്ട് വിളിക്കരുത്, ലോങ് ആയിട്ട് വിളിക്കണം. എപ്പോഴും വിളിക്കുമ്പോൾ നീട്ടി വിളിക്കുക. മരണം വരെ നീണ്ടു നിൽക്കുന്ന, അതിനൊന്നും ഇപ്പോൾ വലിയൊരു പൈസന്റെ ചിലവൊന്നുമില്ല. ഒന്ന് ചെറുങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ പറയുന്ന ആശയം, ഫറദിലേക്കുള്ള വഴി ഫറദും സുന്നത്തിലേക്കുള്ള വഴി സുന്നത്തുമായിരിക്കും. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫറദിനെ നിയ്യത്ത് ചെയ്യുക. സുബഹി നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്നു. എൻ്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കൽ നിർബന്ധമാണ്, അതിന് ജോലിക്ക് പോകാൻ എഴുന്നേൽക്കുന്നു. ഇങ്ങനെ എപ്പോഴും ഫറദിനെ നിയ്യത്ത് ചെയ്തുകൊണ്ട് കൂലി തോന വാങ്ങാം. കൂലി കിട്ടിയ തികയില്ലല്ലോ, അതുകൊണ്ട് തോന വാങ്ങാം.